ഓവർസീസ് എഡ്യൂക്കേഷന് ട്രൈ ചെയ്യുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ഒന്ന് പേടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? കാരണം കുറേ ചേഞ്ചസ് വന്നു ഇങ്ങനെ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നത്? ഒന്ന്, യുണൈറ്റഡ് കിങ്ഡം. UK-യിൽ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നേക്കുന്ന ഒരു ചേഞ്ച്. ഇതുവരെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് സ്പൗസിനെ അലൗ ചെയ്തിരുന്നു. പക്ഷേ ഇനി മുതൽ മാസ്റ്റേഴ്സിന് സ്പൗസ് അലൗഡ് അല്ല. PhD ഉള്ളവർക്കും പഠിക്കാൻ പോകുന്നവർക്കും മാത്രമേ സ്പൗസിനെ അലൗ ചെയ്യുള്ളൂ. ഇതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കൂട്ടിയാൽ മതി. കാരണം കണ്ടുപോലെ ആൾക്കാർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടുത്തെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷനും ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വന്നിട്ടാണ് അവരെങ്ങനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ഒരു ചേഞ്ച്, പഠിക്കാൻ പോകുന്ന കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് വിസ ചേഞ്ച് പോസിബിൾ ആവുള്ളൂ എന്നാണ്. നമ്മൾ ഇവിടുന്ന് പഠിക്കാനാണ് പോകുന്നത്, നമ്മളൊരു വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മിനിമം റിക്വയർമെൻ്റ് ആണ്. ഇത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ UK-യിൽ പഠിക്കാൻ പോകുമ്പം നമ്മൾ പഠിക്കുന്നത് തന്നെ നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ ലോ കോസ്റ്റിൽ വിത്തൗട്ട് IELTS ഓപ്ഷൻ വരെ UK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ പഠിച്ചു തീർത്ത ഈ ഡോക്യുമെൻറ്റിന് വേൾഡ് വൈഡ് വാലിഡുമാണ്. നമ്മൾ UK-യിൽ പഠിച്ചിട്ട് വേറൊരു കൺട്രിയിൽ നമ്മൾ ജോബിന് പോവുകയാണെങ്കിൽ പോലും നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അതൊരു പോസിറ്റീവ് റീസൺ തന്നെയാണ്. സോ നിങ്ങൾ ആരും UK-യിലോട്ട് പഠിക്കാൻ പോകുന്നതിന് ഇതൊരു തടസ്സമായിട്ട് കാണുകയേ വേണ്ട. പിന്നെ വന്നേക്കുന്നത് കാനഡയാണ്. ചേഞ്ചസ് വന്നേക്കുന്ന ഒരു കൺട്രി കാനഡയാണ്. കാനഡ ഒരു PR ഫ്രണ്ട്ലി കൺട്രിയാണ്, പെർമനന്റ് റെസിഡൻസി തരുന്ന ഒരു കൺട്രിയാണ്. അവിടേക്ക് വന്നേക്കുന്ന ചേഞ്ചസിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം GIC എമൗണ്ട് ചേഞ്ച് ആയി എന്നുള്ളതാണ്. GIC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്, ലിവിങ് എക്സ്പെൻസസ്. 20 വർഷം മുമ്പെയാണ് കാനഡ ഈ ലിവിങ് എക്സ്പെൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. 20 വർഷം കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടായി, എന്തുമാത്രം നമ്മുടെ ആയാലും എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ കാനഡയിലും ചേഞ്ചസ് ആയി. അതുകൊണ്ട് ഈ സ്റ്റുഡൻസിനെ, അങ്ങോട്ടേക്ക് പോകുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ GIC എമൗണ്ട് അവർ കൂട്ടിയേക്കുന്നത്. 10,000 കനഡിയൻ ഡോളേഴ്സ് ആയിരുന്ന ഈ ഒരു എമൗണ്ട് 20,635 കനഡിയൻ ഡോളേഴ്സ് ആയിട്ടാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു എമൗണ്ടിൻ്റെ 40% വരെ അവർ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതൊരു വലിയൊരു പ്രശ്നമല്ല. കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പൗസിനെ അലോ ചെയ്യും. കൂടാതെ 1 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോകുന്നവർക്ക് തന്നെ 3 വർഷം സ്റ്റേ ബാക്കും ഉണ്ട്. ഇതൊക്കെ പോസിറ്റീവ്സ് തന്നെയാണ്. ചേഞ്ചസ് വന്നേക്കുന്നത് PPP ആണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഉള്ള പ്രോഗ്രാംസിന് സ്റ്റേ ബാക്ക് ഇനി ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട് വന്നേക്കുന്ന ഒരു ചേഞ്ച്. പിന്നെ PG ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സ്പൗസിനെ അലൗ ചെയ്യില്ല. പക്ഷേ അവരത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിസയിലോട്ടൊക്കെ കൺവേർട്ട് ആയി കഴിയുമ്പോൾ സ്പൗസിനെ അലൗ ചെയ്യുന്നുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ നെഗറ്റീവായിട്ട് കാണണ്ട, പോസിറ്റീവായിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് കൂടാതെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ട്രൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ സ്വീഡൻ നല്ലൊരു കൺട്രിയാണ്. സ്വീഡനിൽ നമുക്ക് വിത്തൗട്ട് IELTS ഓപ്ഷൻ വരെയുണ്ട്. കൂടാതെ നിങ്ങൾക്ക് അയർലൻഡ്, ഓസ്ട്രിയ ഇങ്ങനെയുള്ള കൺട്രീസിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുതൽ വിസ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനി ഡൗട്ട്സ് യു ക്യാൻ കോൾ ദിസ് നമ്പർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.